ആ വസ്തുതകൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ ആളുകളും കൊട്ടിഘോഷിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വോട്ടിംഗ് പെർസെൻറ്റേജിൽ ഉണ്ടായിട്ടുള്ള ഒരു വർധനവ്. ഈ വർധനവ് UDF അനുകൂലമാണ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ കാര്യങ്ങൾ അങ്ങനെയല്ല. പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശന്റെ മണ്ഡലത്തിൽ പോലും കഴിഞ്ഞ പ്രാവശ്യം പോൾ ചെയ്യപ്പെട്ടതിനേക്കാൾ 1000 വോട്ട് കുറവാണ് പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അവസാന നിമിഷം ആറന്മുളയിൽ വീണ ജോർജ് വിജയിച്ച് കയറും തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുതന്നെയാണ് അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത്. ഈ കോന്നിയിലും റാന്നിയിലും എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കണ്ണടച്ചു പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. റാന്നിയിൽ ഒരു കാരണവശാലും പഴകുളം മധു എന്ന സ്ഥാനാർത്ഥി വിജയിക്കില്ല. ദേവികുളത്തും ഉടുമ്പൻചോലയിലും ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ച് കയറും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമസ്കാരം. സംസ്ഥാനത്ത് വോട്ടെടുപ്പ് കഴിഞ്ഞ് 3 ദിവസമാവുന്നു. പാർട്ടികളുടെ ബൂത്ത് തല റിപ്പോർട്ടുകളും അവലോകന റിപ്പോർട്ടുകളെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുക. ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം, UDF കോട്ടയം അല്ലെങ്കിൽ കരുത്തുറ്റ മേഖലയെന്ന് പറഞ്ഞിരുന്ന മധ്യ കേരളത്തിൽ ഒരു ഇടത് മുന്നേറ്റമാണ് ഈ റിപ്പോർട്ടുകളും എല്ലാം പ്രവചിക്കുന്നത്. പ്രത്യേകിച്ച് കോട്ടയം, ഇടുക്കി ജില്ലകളിലെല്ലാം പരമ്പരാഗതമായി UDF കൈവച്ചം വെച്ചിരുന്ന, അല്ലെങ്കിൽ അവർക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഭരണത്തിലേക്ക് വരും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ മുന്നണിയെ സംബന്ധിച്ച് തങ്ങളുടെ കോട്ടകളാണ് നഷ്ടപ്പെടാൻ പോകുന്നത് എന്നൊരു തരം ഭയം അല്ലെങ്കിൽ റിപ്പോർട്ടുകളിൽ വരുന്നുണ്ട്. ഇതെങ്ങനെ UDF ഇനിയുള്ള മുന്നേറ്റത്തെ ബാധിക്കും? അതായത് UDF സംബന്ധിച്ച് UDF അവകാശപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ VD സതീശൻ അവകാശപ്പെട്ടിരുന്നത് കോട്ടയത്തെ 8 സീറ്റുകളും, അതായത് വൈക്കം ഒഴിച്ചുള്ള ബാക്കി 8 സീറ്റുകളും അവർ സ്വന്തമാക്കുമെന്നായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു കണക്ക് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് 5-4 എന്നുള്ള രീതിയിലായിരുന്നു. എന്നാൽ പത്തനംതിട്ടയിൽ കഴിഞ്ഞ പ്രാവശ്യം 5 സീറ്റുകളും LDF കൈവശമായിരുന്നു. ഈ 5 സീറ്റുകളും തിരിച്ചു പിടിക്കും, അതായത് LDF കംപ്ലീറ്റ് വാഷ് ഔട്ട് ആക്കും എന്നാണ് പറഞ്ഞിരുന്നത്. അതോടൊപ്പം തന്നെ ഇടുക്കിയിലെ 5 സീറ്റുകളും കരസ്ഥമാക്കും എന്നുള്ള ഒരു അവകാശവാദമാണ് VD സതീശൻ ഉന്നയിച്ചിരുന്നത്. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മൊത്തത്തിൽ ഒരു വോട്ടിംഗ് പാറ്റേൺ ഉൾപ്പെടെയുള്ളത് എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന ചില വസ്തുതകളുണ്ട്. ആ വസ്തുതകൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ ആളുകളും കൊട്ടിഘോഷിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വോട്ടിംഗ് പെർസെൻറ്റേജിൽ ഉണ്ടായിട്ടുള്ള ഒരു വർധനവ്. ഈ വർധനവ് UDF അനുകൂലമാണ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ കാര്യങ്ങൾ അങ്ങനെയല്ല. SIR വഴിയായിട്ട് നീക്കം ചെയ്യപ്പെട്ടിട്ടുള്ള വോട്ടുകളുണ്ട്. ആ വോട്ടുകളുടെ കുറവ് വെച്ച് നമ്മൾ ഒരു പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിൽ നടന്നിട്ടുള്ള പോളിങ്ങിനേക്കാൾ കുറഞ്ഞ പോളിംഗാണ് ഇപ്രാവശ്യം നടന്നിട്ടുള്ളത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. എന്തിനേറെ പറയുന്നു, പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശന്റെ മണ്ഡലത്തിൽ പോലും കഴിഞ്ഞ പ്രാവശ്യം പോൾ ചെയ്യപ്പെട്ടതിനേക്കാൾ 1000 വോട്ട് കുറവാണ് പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ട കാര്യം എന്താണ്, ഇന്നലെ CPM വിലയിരുത്തലുകൾ പ്രകാരം കോട്ടയം ജില്ലയിൽ 6 സീറ്റുകൾ, അതായത് കഴിഞ്ഞ പ്രാവശ്യം CPM കയ്യിലിരുന്ന അല്ലെങ്കിൽ LDF കൈവശം ഇരുന്ന കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി, പൂഞ്ഞാറ്, വൈക്കം, ഏറ്റുമാനൂര് ഈ 5 സീറ്റുകൾ നിലനിർത്തുകയും അതുകൂടാതെ തന്നെ പാല നിയോജക മണ്ഡലം ജോസ് കെ മാണിയിലൂടെ LDF തിരിച്ചു പിടിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് 6 സീറ്റുകൾ LDF പക്ഷത്തേക്ക് വരികയും 3 സീറ്റുകളിലേക്കായിട്ട് UDF ചുരുങ്ങുന്ന ഒരു കാഴ്ചയുമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരു പക്ഷേ പലരും പറയും ഇതൊക്കെ വെറും കണക്കുകൾ മാത്രമാണ്, മെയ് മാസം 4-ാം തീയതി സംഭവിക്കാൻ പോകുന്നത് വൈക്കം ഒഴിച്ചു ബാക്കി 8 മണ്ഡലങ്ങളിലും UDF വൻ കുതിപ്പ് ഉണ്ടാകും എന്നൊക്കെ പറയും. പക്ഷെ അത് ഒരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്ന് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ഈ അവസരത്തിൽ സാധിക്കത്തുള്ളൂ. കാരണം കൃത്യമായിട്ട് കണക്കുകൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് യഥാർത്ഥ വസ്തുത നമുക്ക് മനസ്സിലാകും. അതിനുശേഷം അവിടെ നമ്മൾ പത്തനംതിട്ടയിലേക്ക് വരുന്ന സമയത്ത് പത്തനംതിട്ടയിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ അവകാശവാദം അനുസരിച്ചിട്ട് 5 നിയോജക മണ്ഡലങ്ങളും പിടിച്ചെടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ തിരുവല്ലയിൽ മാത്രമാണ് ഒരു സാധ്യത എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ആറന്മുളയിലും അടൂരും അതിശക്തമായ മത്സരമാണ് നടന്നിട്ടുള്ളത്. പക്ഷേ അവസാന നിമിഷം ആറന്മുളയിൽ വീണ ജോർജ് വിജയിച്ച് കയറും തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുതന്നെയാണ് അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത്. 7000 വോട്ടുകളുടെ ഭൂരിപക്ഷമൊക്കെയാണ് പ്രവചിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം ഇത് എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, മാർത്തോമ സഭയുടെ പൂർണ്ണമായ ഒരു പിന്തുണ വീണ ജോർജിന് ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതുകൂടാതെ തന്നെ അബിൻ വർക്കിയെ സംബന്ധിച്ചിട്ട് അബിൻ വർക്കി ആ നാട്ടുകാരനല്ല, മറ്റൊരു സ്ഥലത്ത് നിന്ന് വന്ന് അവിടെ മത്സരിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ ഇപ്പോൾ വിജയ് ഇന്ദുചൂടൻ നല്ല മിടുക്കനായ ഒരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരന് അവിടെ മത്സരിക്കാൻ വേണ്ടിയിട്ട് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ആ ആഗ്രഹം തൽക്കാലത്തേക്ക് മാറ്റിവെക്കേണ്ടതായിട്ട് വന്നു. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഈ വിജയ് ഇന്ദുചൂടനെ നമ്മൾ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ നല്ലൊരു ചെറുപ്പക്കാരനാണ്.
കേരള രാഷ്ട്രീയത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന വളരെ മാന്യനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ് വിജയ് ഇന്ദുചൂഡൻ. എനിക്ക് തോന്നുന്നു അടുത്ത പ്രാവശ്യമൊക്കെ ആറന്മുളയിൽ നിന്ന് മത്സരിച്ച് ഈ കേരളത്തിന്റെ നിയമസഭയിൽ എത്തേണ്ട ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ് വിജയ് ഇന്ദുചൂഡൻ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉറ്റ സുഹൃത്താണ് എന്നൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വിജയ് ഇന്ദുചൂഡനെ ഇങ്ങനെ തന്നെ വിമർശിക്കാൻ തന്നെ കാരണമായിട്ടുള്ളത്. അപ്പോൾ അതോടെ നിൽക്കട്ടെ. അപ്പം ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആറന്മുളയിൽ അപ്പോൾ അബിൻ വർക്കി പെട്ടെന്ന് വന്ന് അവിടെ ഒരു സ്ഥാനാർത്ഥിയാവുന്ന ഒരു വ്യക്തിയാണ്. സ്വാഭാവികമായിട്ടും കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചൊക്കെ കാണിക്കും. പക്ഷെ അത് എല്ലാവരും പറയുമായിരിക്കും, കൈപ്പത്തി കാണുമ്പോഴത്തേക്ക് മനസ്സ് പടയും, അപ്പോൾ മറ്റൊരു ചിഹ്നത്തിൽ മാറ്റി കുത്തുകയില്ല എന്നൊക്കെ പറയും. ഇതൊന്നുമല്ല സംഭവിക്കാൻ പോകുന്നത്. അവിടെ കൃത്യമായ രീതിയിൽ ഗ്രൗണ്ടിൽ കൃത്യമായിട്ടുള്ള വോട്ട് ഷിഫ്റ്റിംഗ് നടന്നിട്ടുണ്ട്. ചില ഇടതുപക്ഷ വോട്ടുകൾ അബിൻ വർക്കിക്ക് അനുകൂലമായിട്ട് വീഴുന്ന സമയത്ത് ചില UDF അനുകൂല വോട്ടുകൾ ഇടതുപക്ഷത്തിന് LDF അനുകൂലമായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന കാഴ്ചയും നമുക്കവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. അടൂരിലേക്ക് വരുന്ന സമയത്ത് അടൂരിൽ ശാന്തകുമാരൻ്റെ അവസാന ദിവസത്തെ കരച്ചിൽ, ആ കരച്ചിൽ തന്നെയാണ് ശാന്തകുമാരനെ കുറിച്ചുള്ള അവിടുത്തെ അടൂരുകാരുടെ അഭിപ്രായം മൊത്തത്തിൽ മാറ്റിമറിച്ചത് എന്ന് വേണം കരുതാനായിട്ട്. അവിടെ പ്രീജ കണ്ണൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ വിജയിച്ച് കയറും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ CPM വിലയിരുത്തലിൽ അടൂരൊക്കെ കനത്ത മത്സരമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന രീതിയിലുള്ളൊരു മത്സരം അവിടെ ഉണ്ടായിട്ടില്ല എന്നുകൂടി നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. പിന്നെ ഉള്ളത് കോന്നിയും റാന്നിയുമാണ്. ഈ കോന്നിയിലും റാന്നിയിലും എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കണ്ണടച്ചു പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. റാന്നിയിൽ ഒരു കാരണവശാലും പഴകുളം മധു എന്ന സ്ഥാനാർത്ഥി വിജയിക്കില്ല. അവിടെ പ്രമോദ് നാരായണൻ കൃത്യമായ മാർജിനോടുകൂടി തന്നെ വിജയിച്ച് കയറും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൂടാണ്ട് കോന്നിയിലേക്ക് വരുന്ന സമയത്ത് ജനീഷ് കുമാറിന് കൃത്യമായ ഒരു മാർജിനോടുകൂടി തന്നെ വിജയിച്ച് കയറുക തന്നെ ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് CPM അല്ലെങ്കിൽ LDF പത്തനംതിട്ട ജില്ലയിൽ നഷ്ടമാകാൻ സാധ്യതയുള്ളത് ഒരേ ഒരു സീറ്റ് മാത്രമാണ്. അപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ ഒരു സീറ്റ് നഷ്ടപ്പെടുന്ന സമയത്ത് കോട്ടയം ജില്ലയിൽ ഒരു സീറ്റ് LDF തിരിച്ചു പിടിക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കോട്ടയം പത്തനംതിട്ട ജില്ലകളെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് അത് ഈക്വലായിട്ട് മാറുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ സമാനമായ ഒരു സീറ്റിലേക്ക് തന്നെ അത് വന്നവസാനിക്കുന്നു. പിന്നെ നമ്മൾ ഇടുക്കി എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഇടുക്കി നിയോജക മണ്ഡലത്തിൽ ഒരു പക്ഷേ റോഷി അഗസ്റ്റിന് പരാജയം നേരിടുമായിരുന്നു. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സണ്ണി വെട്ടിക്കുഴി എന്ന് പറയുന്ന ഒരു കേരള കോൺഗ്രസ് കാരനുണ്ടായിരുന്നു നേരത്തെ. 2001 അദ്ദേഹത്തിന് KM മാണി സാറ് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നാണ്. സീറ്റ് നിഷേധിച്ചാൽ സ്വാഭാവികമായിട്ട് റോഷി അഗസ്റ്റിനെ അവിടെ അക്കോമഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സണ്ണി വെട്ടിക്കുഴിക്ക് സീറ്റ് നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സീറ്റ് ലഭിക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം കേരള കോൺഗ്രസ് വിട്ടിട്ട് കോൺഗ്രസിൽ ചേർന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം UDF ജില്ലാ കൺവീനറും കൂടെയാണ്. അപ്പോൾ അദ്ദേഹമാണ് അവിടെ മത്സരിച്ചിരുന്നത് എങ്കിൽ ഒരു മത്സരം കാഴ്ചവെക്കാനും ഒരുപക്ഷെ റോഷി അഗസ്റ്റിനെ അട്ടിമറിക്കാനായിട്ട് സാധിക്കുമായിരുന്നു. ഇതിപ്പോൾ റോയ് കെ പൗലോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അവിടെ മത്സരിക്കുന്നത്. ഈ റോയ് കെ പൗലോസിനെ സംബന്ധിച്ചിട്ട് നേരത്തെ അദ്ദേഹം അവിടെ DCC പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ റോയ് കെ പൗലോസ് ആണ് അവിടുത്തെ സ്ഥാനാർത്ഥി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ റോഷി അഗസ്റ്റിന് കൃത്യമായ വ്യക്തിബന്ധങ്ങൾ കഴിഞ്ഞ 25 വർഷമായിട്ട് ഇടുക്കി നിയോജക മണ്ഡലത്തിൽ ഉണ്ട് എന്ന കാരണം കൊണ്ടും ഒരു കാരണവശാലും റോഷി അഗസ്റ്റിനെ ഇടുക്കിയിൽ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. ദേവികുളത്തും ഉടുമ്പൻചോലയിലും ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ച് കയറും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പിന്നെ ആകെ ഈ കോൺഗ്രസിന് പ്രതീക്ഷയുള്ളത് പീരുമേടാണ്. അവിടെ സേനാപതി വേണുവാണ് മത്സരിക്കുന്നത്. സേനാപതി വേണു ഇതിനു മുമ്പ് അവിടെ മത്സരിച്ചിട്ട് പരാജയപ്പെട്ടിട്ടുണ്ട്. ആ സേനാപതി വേണു ഈ പീരുമേട് തിരിച്ചു പിടിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, തൊടുപുഴയിൽ അതിശക്തമായ മത്സരമാണ് സിറിയക് ചാഴികാടൻ കാഴ്ചവെച്ചിട്ടുള്ളത്. കാരണം അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മുന്നേറ്റം LDF തൊടുപുഴയിൽ കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഒരുപക്ഷെ അപ്പു ജോൺ ജോസഫ് വിജയിച്ച് കയറിയേക്കാം. എന്നാൽ ഇനി വരാനിരിക്കുന്ന 5 വർഷം കൃത്യമായ പ്രവർത്തനങ്ങൾ സിറിയക് ചാഴികാടൻ തൊടുപുഴയിൽ കാഴ്ചവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും അപ്പുവിനെ അട്ടിമറിക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പം തന്നെ ഒരു സ്ഥാനാർത്ഥിയായ അപ്പു ജോൺ ജോസഫിൻ്റെ വായിൽ നിന്ന് വീഴുന്ന വിഡ്ഢിത്തരങ്ങളും മണ്ടത്തരങ്ങളും എന്തൊക്കെയാണ് എന്ന് നമുക്കറിയാം. കാരണം എൻ്റെ അപ്പ ഉണ്ടാക്കിയ പാർട്ടിയാണ്, അപ്പോൾ അത് കളയാതെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം മകനായ എൻ്റെ അല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താണ് ജനാധിപത്യമെന്നും എന്താണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ളതിനെ
കാര്യങ്ങളെ കുറിച്ച് പോലും സാമാന്യ ബോധമില്ലാത്ത ഒരു വ്യക്തി നാളെ മന്ത്രിയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു MLA ആയിട്ട് നിയമസഭയിൽ എത്തിക്കഴിഞ്ഞാൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ എന്തെല്ലാം മണ്ടത്തരങ്ങൾ വിളിച്ചു കൂവും എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ തൊടുപുഴയിൽ LDF വിജയിക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ശക്തമായ മത്സരമാണ് അവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളതൊരു വസ്തുതയാണ്. പീരിമേട് പിടിക്കുകയും തൊടുപുഴ നിലനിർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ 2 സീറ്റുകൾ UDF കിട്ടും. അതായത് ഒരു സീറ്റ്, അതായത് മധ്യ കേരളത്തിൽ 19 സീറ്റുള്ളതിൽ അവർക്ക് ഒരു സീറ്റ് മാത്രമാണ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം LDF എന്നെ സംബന്ധിച്ചിട്ട് 14 സീറ്റുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് അവർക്ക് ഒരു സീറ്റ് മാത്രമാണ് മധ്യ കേരളത്തിൽ നഷ്ടപ്പെടുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് മധ്യ കേരളത്തിൽ UDF എന്ത് രാഷ്ട്രീയ നേട്ടമാണ് ഉണ്ടാവുന്നത്? കാരണം പത്തനംതിട്ട ജില്ല മൊത്തത്തിൽ തിരിച്ചു പിടിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്, ഇടുക്കി ജില്ല മൊത്തം തിരിച്ചു പിടിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിൽ നിന്നൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യ കേരളത്തിൽ UDF അടിപതറുകയാണ്. കാരണം UDF അധികാരത്തിൽ എത്തും എന്നുള്ള പ്രതീക്ഷകൾ UDF ക്യാമ്പ് വെച്ചു പുലർത്തുന്ന സമയത്തും ഇതുപോലെയുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് 71 എന്ന മാജിക്കൽ ഫിഗറിലേക്ക് എങ്ങനെ UDF എത്തും എന്നുള്ളത് ഇപ്പോഴും നമുക്ക് മുമ്പിൽ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. അത് മെയ് മാസം 4-ാം തീയതി പെട്ടി തുറക്കുന്ന സമയത്ത് മാത്രമേ കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലാവുകയുള്ളൂ എന്ന് വേണം പറയാനായിട്ട്.